എന്തൊക്കെയാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്? സമയത്ത് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളുടെ ഒരു അവസാനം ആണിതിപ്പോൾ. നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തയ്യാറെടുത്തിരുന്നത്. ഇതുവരെ വളരെ ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോയിട്ടും ഇതുവരെ ഭക്തന്മാർക്കൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ സുഗമമായിട്ട് തന്നെ വളരെ നാളുകൾക്ക് ശേഷം ഇത്രയും നല്ലൊരു മണ്ഡലകാലം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പം മകരവിളക്കിൻ്റെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ അതും കഴിഞ്ഞൊരു 2-3 ആഴ്ച മുന്നേ തന്നെ എല്ലാം ചെയ്തിരുന്നു. പോലീസും ഫയർഫോഴ്സും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മകരജ്യോതി കാണുന്ന എല്ലാ വ്യൂ പോയിന്റുകളും നമ്മൾ സന്ദർശിക്കുകയും അവിടെ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഹിൽ ടോപ്പിലാണ് കാണുന്നത്. അവിടുന്ന് 8000-ഓളം ആളുകൾ കാണുന്നുണ്ട്. അവിടെ നിന്നുള്ള ഒരു 100-300-ഓളം KSRTC ബസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും വളരെ ഭംഗിയായിട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ജില്ലാ ഭരണകൂടം എടുത്ത നടപടികളൊക്കെ ദേവസ്വം ബോർഡുമായിട്ട് ചേർന്ന് എല്ലാം ഫലവത്തായി തീർന്നു അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എടുത്തിരിക്കുന്ന ഇത്തവണ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ലാതെ തന്നെ ഇത്രയും അധികം ആളുകൾ, കാര്യം ഇതുവരെ വളരെ റെക്കോർഡ് നമ്പറാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും നമ്പർ ആളുകൾക്ക് കണ്ടിട്ട് യാതൊരു പ്രശ്നമില്ലാതെ പോകാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. തിരിച്ചു പോകുന്നതിനും ഈ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? തിരിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാ ഇടത്താവളങ്ങളിലും അതിൻ്റെ ഒരു വിസിറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇടത്താവളങ്ങളിൽ എല്ലാ മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുന്നതും അല്ലാതെ വന്ന് ഇപ്പം ഇങ്ങോട്ട് വരുന്നവർക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും പത്തനംതിട്ട ഇടത്താവളത്തിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു പ്രശ്നവും കൂടാതെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലാ കളക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പമ്പയിലും സന്നിധാനത്തും മാത്രമല്ല ഇടത്താവളങ്ങളിൽ കൂടി മികച്ച സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തീർത്ഥാടകർക്ക് വലിയ അനുഗ്രഹമാണ്.